ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം നമ്മുടെ സാധാരണ ഒരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇതേ നല്ല ഭംഗിയുള്ള സൺറൈസാണ്. ഒരുപാട് സ്നോ കിടപ്പുണ്ട്, എന്നാലും ഇപ്പം ഒരുവിധം നല്ലൊരു സൺറൈസാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ക്ലിപ്പ് ഞാൻ ചേർത്തന്നേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ ജോഷു ബസ്സിലാണ് പോകുന്നത്. അവന് വേണ്ടിയിട്ടുള്ള ബനാന പ്രോട്ടീൻ ഷേക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തേ എല്ലാ ദിവസവും ബസ്സിലല്ലേ പോകുന്നത്. അപ്പോൾ മൺഡേ, വെൻസ്ഡേ, ഫ്രൈഡേ അവൻ ബസ്സിൽ 7:05 പോകും. ട്യൂസ്ഡേ, തേഴ്സ്ഡേ ഹൈസ്കൂളേഴ്സിന് ഒരു ബ്ലോക്ക് ഡേ എന്ന് പറയും, 9:30 തുടങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊണ്ടുവിടാറാണ് പതിവ്. അപ്പോൾ ഇതേ ബസ് വന്നു, അവൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അത്രയും തണുപ്പായതുകൊണ്ട് ഞാൻ വീട്ടിനകത്ത് നിന്നാണ് കേട്ടോ ഈ വീഡിയോ ക്ലിപ്പ് എടുത്തത്. ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ബസ് വന്ന് അവൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ടൈം രാവിലെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ പർട്ടിക്കുലർ ദിവസം ഞാൻ ഈ വീഡിയോ എടുത്ത ദിവസം എനിക്ക് 9 മണിക്ക് മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയം എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ഞാൻ കുറച്ച് തുണികളെല്ലാം അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെതും ഉണ്ടായിരുന്നു, അതുപോലെ ബെഡ്ഷീറ്റ്, പിന്നെ വീട്ടിലിടുന്ന ലൈക്ക് എല്ലാവരും ഇങ്ങനെ കവറപ്പായിട്ട് ഇടുന്ന ഇങ്ങനെ തണുപ്പാണല്ലോ, അപ്പോൾ അതിന് നമ്മൾ റോബായിട്ടൊക്കെ ഇടുന്ന അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബെഡ്ഷീറ്റ്സൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാനതൊന്ന് ക്വിക്കായിട്ടൊന്ന് വളരെ ലൈറ്റായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുവാണ്. എനിക്ക് ഈ ചുളുങ്ങി കൂടിയിരിക്കുന്ന ബെഡ്ഷീറ്റ്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്തെടുക്കുവാണ്. ഞാനൊരു 20 മിനിറ്റ്, അവൻ പോയപ്പോൾ തന്നെ 7:15 അപ്പോൾ ഇത്രയും തുണികൾ മടക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 8 മണിയോട് അടുക്കാറായിട്ടുണ്ട്. 7:50 തോന്നുന്നു. അതാണ് ഇതിപ്പം നമ്മുടെ ഓവനിലെ ക്ലോക്കാണ് അതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തലേ ദിവസം കുറച്ച് മാവ് ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു, അതായത് ദോശ ഉണ്ടാക്കുവാണ്. അപ്പോൾ സാധാരണ എല്ലാ ദിവസമൊന്നും നമുക്ക് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. നേരത്തെ ഇപ്പം നമുക്ക് ജോലിക്ക് ഇരിക്കേണ്ട ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഓട്ട് മീലോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാറ്. ഇപ്പോൾ ഇതേ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം മുട്ട പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വെന്തിരിക്കുമല്ലോ, നമ്മൾ വൈകുന്നേരം പണി കഴിഞ്ഞ് വരും. അപ്പോൾ അതും ഇരിപ്പുണ്ട്. ദോശ റെഡി ആയിട്ടുണ്ട്, അതൊന്ന് മറിച്ചിടണം. അപ്പോൾ ഞാൻ ഇത് കാസ്റ്റ് അയണിൻ്റെ ഒരു ചീനച്ചട്ടിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ദോശയാണ് ആ ദിവസം. അപ്പോൾ അതുകൊണ്ട് അരിവിലേക്ക് ഇച്ചിരി എണ്ണ ശരിക്കും അങ്ങോട്ട് എത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ മാത്രം ഇച്ചിരി ഒന്ന് ഒട്ടിപ്പിടിച്ചു. പക്ഷേ ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് കിട്ടി. പിന്നെ സാമ്പാർ ഇവിടെ ചോറിനും അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് സാമ്പാർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേ ദിവസം സാമ്പാർ ഉണ്ടാക്കി വെക്കുകയാണ് പതിവ്. ഈസി ആയിട്ടുള്ളൊരു കുക്കർ സാമ്പാറാണ്, അല്ലാതെ ഞാൻ അങ്ങനെ വഴിച്ചിട്ടൊന്നുമല്ല, എല്ലാം കൂടെ കുക്കറിൽ വെച്ചിട്ടാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഇടാം. അപ്പോൾ അത് റെഡിയാക്കി ഞാൻ തലേ ദിവസമേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ചൂടാക്കി എടുത്താൽ മതിയായിരുന്നു. പിന്നെ എന്താ പറയുക, എല്ലാ ദിവസവും ഒന്നും ബ്രേക്ക്ഫാസ്റ്റില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുളിച്ചും എല്ലാം കഴിഞ്ഞ് നമുക്ക് 8:30 മീറ്റിങ്ങിന് അല്ലെങ്കിൽ 8 മീറ്റിങ്ങിനൊക്കെ പാടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ തണുപ്പുള്ള സമയത്ത് പ്രത്യേകിച്ച്. ഇനിയിപ്പം കുറച്ച് വെതർ നന്നായി കഴിയുമ്പോഴത്തേനും 5 മണിക്കേ ലൈറ്റ് ആവും, പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സമ്മറിൽ ഇച്ചിരി ഉറക്കം കുറവാണ് പൊതുവെ. അപ്പോൾ പൂച്ചകൾക്കും എല്ലാം ഭക്ഷണം കൊടുത്തു, അവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞങ്ങളും ആക്ച്വലി ആ സമയത്ത് അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഇവിടെ കുറേ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ന്യൂസ് പേപ്പറിൽ കുറേ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം വരും. അതെല്ലാമാണ് കസേരയിൽ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത്. അത് ശനിയാഴ്ച ദിവസങ്ങളിൽ നമുക്കിവിടെ ഗാർബേജ് പിക്കപ്പ് ഉണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് റീസൈക്കിളിലേക്ക് കളയാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും ഭക്ഷണം കഴിച്ചു, പൂച്ചകളും എല്ലാം ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കിച്ചണെല്ലാം തുടച്ച് റെഡിയാക്കി വെച്ച് ഒന്ന് ക്ലീനാക്കിയിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ എന്ത് വെച്ചെന്ന് അറിയോ, വൈകുന്നേരം നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു മടുപ്പായിരിക്കും. അപ്പോൾ ഇതാകുമ്പം കുറച്ചൊന്ന് ഇപ്പം നമ്മൾ എങ്ങനെയൊക്കെ ഇത് ക്ലീനാക്കി ഇട്ടാലും ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ അവിടെ വീണ്ടും അവിടെ കൊണ്ടുവന്നിട്ട് കഴുകുന്നില്ലല്ലോ. അപ്പം ഇതാണ് ഞാൻ പോയി കുളിയെല്ലാം കഴിഞ്ഞു, ഉടുപ്പെല്ലാം മാറി. അപ്പോൾ എനിക്ക് രാവിലെ നമുക്ക് വീഡിയോ ഓൺ ചെയ്ത് വെക്കണം മീറ്റിങ്സിനെല്ലാം. അതുകൊണ്ട് തന്നെ ഡ്രസ്സെല്ലാം മാറിയിട്ടാണ് നമ്മൾ ഇരിക്കാറ് പൊതുവേ. അപ്പോൾ മീറ്റിങ്ങിനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്നറിയോ, നമ്മൾ ഈ പകൽ കഴിക്കുന്ന പാത്രങ്ങളൊക്കെ ആദ്യം കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ കൂടി കിടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര വിഷമമാണ് വൈകുന്നേരം ഇറങ്ങി വരുമ്പോൾ. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യണമല്ലോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു റുട്ടീൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3-3:30 വരെയുള്ള മീറ്റിങ്സ് എല്ലാം എടുക്കും. അത്രയും അത്യാവശ്യമുള്ള മീറ്റിങ്സ് മാത്രമേ ഞാൻ 4 o'clockന് ശേഷം എടുക്കുള്ളൂ. കാരണം 4:15 അവന് ബസ്സിനാണെങ്കിൽ 3:30ക്കാണ് തിരിച്ചു വരുന്നത്. പക്ഷേ അവന് ഫുട്ബോൾ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് 4:15 നമ്മൾ പോയി കൊണ്ടുവരണം. ഞാനാണ് പോകുന്നത് മിക്കവാറും. അപ്പോൾ ഇപ്പോൾ അവൻ വരുമ്പം നല്ല വിശന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഓറഞ്ച് ഇരുന്നു, അതൊന്ന് ജ്യൂസ് ചെയ്ത് വെക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഈ 4:15 പോയി പിക്ക് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ചില ദിവസങ്ങളിൽ അവന് കൊയറുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ 6 മണിയാകുമ്പോഴത്തേന് കൊയറിന് പോകും. അപ്പം അവൻ്റെ പൊതുവേ ഉള്ള ഡിന്നർ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഭക്ഷണം അവൻ അതിനു മുമ്പ് തന്നെ കഴിക്കും. പിന്നെ തിരിച്ച് വന്നിട്ട് എന്തെങ്കിലും കഴിച്ചാലായി, കഴിച്ചില്ലെങ്കിലായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് റെഡിയാക്കി വെക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ സമയത്ത് ബ്രേക്ക് എടുക്കുന്നത്. പിന്നെ തീരാത്ത ജോലികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിന്നറിന് ശേഷം ഞാൻ ചില ദിവസമൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതേ ഞാൻ ജ്യൂസ് എടുത്തത് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുട്ട പഫ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, രാവിലെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഒന്ന് പെട്ടെന്ന് പഫ്സാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സവാള വഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഈ യൂറോപ്യൻ പഫ് പേസ്ട്രി എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും. ഞാൻ ഇത് ഉണ്ടാക്കാനൊന്നും മെനക്കെടാറൊന്നുമില്ല, അതിനൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. അപ്പോൾ ഞാൻ ഇതിനകത്ത് എനിക്ക് അന്ന് സാധാരണഗതിയിൽ ഞാൻ ഗ്രോസറി ചെയ്യുന്ന ബുധനാഴ്ചയാണ്. ആ ബുധനാഴ്ച എനിക്ക് പോകാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തക്കാളി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തക്കാളി ഇതിന് ശരിക്കും ഇടണം എന്നുള്ളതാണ്. അപ്പോൾ തക്കാളിക്ക് വേണ്ടി ഞാൻ ഇംപ്രവൈസ് ചെയ്ത് ആഡ് ചെയ്തതാണ്. ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്തു കേട്ടോ. പക്ഷെ നല്ലതായിട്ട് വന്നു. അപ്പം കുറച്ചൊരു മധുരവും ഒരിച്ചിരി സ്വീറ്റും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും അത് നല്ല കറക്റ്റായിട്ട് നമ്മൾ തക്കാളി ഇട്ട് വഴറ്റി വരുന്നതിലും ആക്ച്വലി ടേസ്റ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് നിങ്ങൾ കെച്ചപ്പ് കാണുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഇംപ്രവൈസിങ് സ്ട്രാറ്റജി ആയിരുന്നു അത്. അപ്പോൾ നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ അത്രയേ ഉള്ളൂ. മസാല നന്നായിട്ട് വഴറ്റി വന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ട്രഡീഷണലായിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ മിക്ക സാധനങ്ങളും കിട്ടും. ഞാൻ വന്ന കാലത്തൊക്കെ ഒരു 22 വർഷം മുമ്പൊക്കെ പല സാധനങ്ങളും കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് ദൂരെ യാത്ര ചെയ്യേണ്ടതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് 45 മിനിറ്റ് ദൂരെയായിരുന്നു ഇന്ത്യൻ കട ഉണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനെ ഓടിച്ചു പോയിട്ടൊന്നും വാങ്ങാനൊന്നും പറ്റില്ല. ഓർക്കുന്നതെല്ലാം വാങ്ങി ലിസ്റ്റ് എഴുതിക്കൊണ്ട് വരും. പിന്നെ പോരായത്തം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു പൊതുവെയുള്ള പരിപാടി. അപ്പോൾ മസാലകളൊക്കെ പഫ് പേസ്ട്രി ഞാൻ എടുത്ത് വെളിയിൽ വെച്ചിട്ട് അത് അതിനകത്തേക്ക് വെച്ചു. മുട്ടയും മുറിച്ചിട്ടുണ്ടല്ലോ, അര ഭാഗമായിട്ട് ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ പോക്കറ്റ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ റെഡിയാക്കി. അത് ട്രേയിലേക്ക് വെച്ചു. എഗ് വാഷും വെച്ചു. അത് ആ ട്രേ ഇല്ലേ, ട്രേ അടിഭാഗം ഞാൻ ഇച്ചിരി ഓയിൽ സ്പ്രേ ഇട്ടൊന്ന് റെഡിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ആ മുട്ട പഫ്സ് വെച്ച്, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഇത് പെട്ടെന്നാവും കേട്ടോ. 350 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് തന്നെ വേണ്ട, നല്ല കറക്റ്റായിട്ട് വരും. പഫ് പേസ്ട്രി മാത്രം ഒന്ന് ക്രിസ്പായാൽ മതി, കാരണം ബാക്കിയെല്ലാം വെന്തയല്ലേ, മുട്ടയും മസാലയും എല്ലാം വെന്തയാണ്. അപ്പോൾ ഞാൻ അതും ഓവനകത്ത് വെച്ചു. അത് രണ്ടും ഉണ്ടാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ അവനെ പോയി വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം വന്നതിന് ശേഷം പിന്നെ ഇതെല്ലാം കഴിച്ചതിന് ശേഷം അവൻ കൊയറിന് പോയി. അന്ന് വൈകുന്നേരം ചപ്പാത്തിയും ചിക്കനും ആയിരുന്നു ഞങ്ങൾക്ക്. അവന് ഞാൻ പാസ്ത ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവൻ ചപ്പാത്തിയും ചിക്കനും മാത്രം കഴിക്കത്തില്ല, എന്തോ അവനത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ മാത്രം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ കഴിക്കാവുന്ന എന്തെങ്കിലുമാണ് ഞാൻ പൊതുവെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ ഒരു ക്വിക്ക് ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലൊരു നല്ല വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.